+2 ശേഷം ഡിഗ്രി പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നായാലോ? ജോയിൻ പ്രെപ്വൈസ്, കേരളാസ് #1 CUET കോച്ചിങ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ സ്ട്രീം ഏതുമായിക്കൊള്ളട്ടെ, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബോർഡ് എക്സാമിനും CUETക്കുമുള്ള കോംപ്രിഹെൻസീവ് കോച്ചിങ്. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. Good evening all, welcome to PrepWise. Target CUET 2023യുടെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സീരീസിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ കാണാം, അതിൻ്റെ ഒക്കെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അഭിരാമി മാം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെഷൻ തുടങ്ങുന്നതിന് മുന്നേ പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. ഇനി ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ടാർഗറ്റ് CUET 2023യും ടാർഗറ്റ് CUET 2024 എന്ന് പറഞ്ഞിട്ട് വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. നിങ്ങൾ +1 സ്റ്റുഡൻസ് ആണെങ്കിൽ 2024 എന്ന ഗ്രൂപ്പിലും, +2 സ്റ്റുഡൻസ് ആണെങ്കിൽ 2023 ഗ്രൂപ്പിലും ചേരാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് നമ്മുടെ സെഷൻസ് ഉള്ളത്, അപ്ഡേറ്റ്സ് വരും. അതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് എല്ലാം ആ ഗ്രൂപ്പിലായിരിക്കും വരാം. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 2 പാസേജ് ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള പാസേജസ് ആണ്. പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. നമ്മൾ നന്നായി വായിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറയാം. അപ്പോൾ നമുക്ക് പാസേജ് വായിക്കാം. Read the given passage and answer the questions. When plastic waste is burned, a complex weave of toxic chemicals is released. Breaking down polyvinyl chloride, PVC, is used for packaging, toys and coating electric wires. It produces dioxin and organ chlorine, which belongs to the family of persistent organic pollutants. A recent dioxin assessment report brought out by the United States Environment Protection Agency, US EPA, says the risk of getting cancer from dioxin is 10 times higher than reported by the agency in 1994. Yet the Delhi government is giving green signal to a gasification project which will convert garbage into energy without removing plastic waste. Former minister, the promoter of this project, says this is not necessary. He claims no air pollution will be caused and that the ash produced can be used as manure. An earlier waste to energy project set up in Timarpur failed. The new one, built with Australian assistance, will cost 200 crore. It will generate 25 megawatts of power and gobble 1,000 tons of garbage every day. Technologies like gasification are a form of incineration, says the central coordinator of this project. Incineration merely transfers hazardous waste from solid form to air, water and ash. Toxins produced during incineration include acidic gases, heavy metals as well as dioxins and furans. The manure will be hazardous and a problem to dispose. So ഇതാണ് പാരഗ്രാഫ്. നമുക്കത് ഒരു വട്ടമല്ല, നിങ്ങൾക്ക് എക്സാമിലൊക്കെ ഇതുപോലത്തെ പാരഗ്രാഫ് വരുമ്പോൾ നമ്മൾ 2-3 വട്ടം വായിക്കാം. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ ഇതിൽ എവിടെയാണ് ആ കീവേഡ്സ് കണ്ടുപിടിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റിലീസ്ഡ് വെൻ പ്ലാസ്റ്റിക്സ് ആർ ബേൺഡ്? ഓപ്ഷൻ എ പവർ ആൻഡ് പ്രോട്ടീൻസ്, ഓപ്ഷൻ ബി ടോക്സിക് കെമിക്കൽസ്, ഓപ്ഷൻ സി ഫ്രൂട്ട്സ്, ഓപ്ഷൻ ഡി വെജിറ്റബിൾസ്. ഇതിൽ ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പാരഗ്രാഫിൽ പോവുകയാണെങ്കിൽ എവിടെ, when plastic waste is burned, a complex weave of toxic chemicals is released. So the answer is option B. The manure will be hazardous and a problem to dispose. What is PVC? Option A polynomials, option B polyvinyl chloride, option C polyamine chloride, option D polyelectricity. ഇതിൽ ഏതാണ് കറക്റ്റ്? നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പാസേജിൽ. PVC, polyvinyl chloride. So the answer is here, polyvinyl chloride. ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വളരെ കൺഫ്യൂസിങ് അല്ല. The full form of US EPA is option A United States Protection Agency, option B United States Environment Agency, option C United States Environment Protection Agency, option D United States Environment Protect Age. So ഇതിൽ US EPAയുടെ ഫുൾ ഫോം എന്താണ്? നമ്മൾ പാസേജിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിതാ ഇവിടെ കാണാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി, USEPA. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
ദ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ക്യാൻസർ ഫ്രം ഡയോക്സിൻ ഇസ്, എന്താണ് ഇതിൻ്റെ റിസ്ക് ചോദിക്കുന്നത്? 4 times higher, ഓപ്ഷൻ ബി 10 times higher, ഓപ്ഷൻ സി 10 times less, ഓപ്ഷൻ ഡി 20 times less. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏതായിരിക്കും ആൻസർ? അതായത് ഡയോക്സിൻ നിന്ന് ക്യാൻസർ കിട്ടാനുള്ള ചാൻസിനെ പറ്റിയിട്ട് പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ? നമ്മൾ പാസേജ് പോയാൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ദ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ക്യാൻസർ ഫ്രം ഡയോക്സിൻ ഇസ് 10 times higher. ഓക്കെ, സോ ഇവിടെ ആൻസർ ഇതാ 10 times higher, ഓപ്ഷൻ ബി. Technologies like gasification are a form of dash. Option A, curating artifacts. Option B, organic farming. Option C, incineration. Option D, deforestation. ഇതിൽ ഏതാണ് ടെക്നോളജീസ് ലൈക്ക് ഗ്യാസിഫിക്കേഷൻ ആർ എ ഫോം ഓഫ്? ഏതാണ് ഇതിൻ്റെ ആൻസർ? പാസേജിലുണ്ട്, അതായത് ടെക്നോളജീസ് ലൈക്ക് ഗ്യാസിഫിക്കേഷൻ ആർ എ ഫോം ഓഫ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടുള്ള കമ്പഷനൊക്കെയാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആയ ഇൻസിനറേഷൻ. ഓക്കെ, ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് പാരഗ്രാഫ് ജസ്റ്റ് ആ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു സെന്റൻസ് കീവേഡ്സ് പോയി തപ്പുക, എന്നിട്ട് ആ സെന്റൻസ് നന്നായി വായിക്കുക, എന്നിട്ട് കൺഫേം ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക ആൻസർ. ഇനിയൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. PVC ഈസ് യൂസ്ഡ് ഫോർ പാക്കേജിംഗ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി, ഓസ്ട്രേലിയൻ അസിസ്റ്റൻസ്, വേസ്റ്റ് ടു എനർജി പ്രൊജക്ട് സെറ്റപ്പ് ഫെയിൽഡ്. ഇനി പാർട്ട് ബിയിൽ നോക്കുകയാണെങ്കിലോ, ടോയ്സ് ആൻഡ് കോട്ടിംഗ് ഇലക്ട്രിക്കൽ വയർ, ബ്രോട്ട് ഔട്ട് ആൻ അസസ്മെന്റ് റിപ്പോർട്ട്, 200 crore അറ്റ് തിമർപൂർ. PVC ഈസ് യൂസ്ഡ് ഫോർ പാക്കേജിംഗ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ? എവിടെയാണത്? എന്തൊക്കെയാ? പാക്കേജിംഗ്, ടോയ്സ് ആൻഡ് കോട്ടിംഗ് ഇലക്ട്രിക്കൽ വയേഴ്സ്. അപ്പം ഏതാണ് ആൻസർ? PVC ഈസ് യൂസ്ഡ് ഫോർ, അപ്പം ഓപ്ഷൻ A1 ഉള്ളത് 2 ഓപ്ഷൻസ് ഉണ്ട്, ബി ആണോ സി ആണോ? ഇനി നമ്മൾ ഇങ്ങനത്തെ എക്സാമ്പിൾ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്, നമുക്കിപ്പോൾ ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഓപ്ഷൻസിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കും. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ എയും ഡിയും വലിയ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ബിയും സിയും മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലേ? ഇനി നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി, ഇതിൽ ഏതാണ്? നമുക്ക് സിമ്പിളായിട്ട് പറയാം. എന്നാലും ഞാൻ പാസേജ് കാണിച്ചു തരാം. എന്താണ്? ഒരു അസസ്മെന്റ് റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അതല്ലേ നമ്മുടെ പാസേജിലും ചോദിക്കുന്നത്? അതെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി ബ്രോട്ട് ഔട്ട് ആൻ അസസ്മെന്റ് റിപ്പോർട്ട്. അപ്പം B2, അപ്പം B2ലുള്ളത് ഇതാണ് ഓപ്ഷൻ സി. അപ്പം A1 B2. ഇനി നമുക്ക് മറ്റതും പറഞ്ഞു നോക്കാം. അതായത് ഓസ്ട്രേലിയൻ അസിസ്റ്റൻസ് ഏതാണ്? 200 crore. വേസ്റ്റ് ടു എനർജി പ്രൊജക്ട് സെറ്റപ്പ് ഫെയിൽ അറ്റ് തിമർപൂർ, അത് പാസേജിലുണ്ട്. അപ്പം ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ പാസേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാസേജിലേക്ക് പോവാം. The spiritual training of the boys was a much more difficult matter than their physical and mental training. I relied little on religious books for the training of the spirit. Of course, I believe that every student should be acquainted with the elements of his own religion and have a general knowledge of his own scriptures, and therefore I provided for such knowledge as best I could. But that, to my mind, was part of the intellectual training. Long before I undertook the education of the youngsters of Tolstoy farm, I had realized that the training of the spirit was a thing by itself. To develop the spirit is to build character and to enable one to work towards a knowledge of God and self-realization. And I held that this was an essential part of the training of the young, and that all training without the culture of the spirit was of no use and might be even harmful. I am familiar with the superstition that self-realization is possible only in the 4th stage of life, that is sannyasa, renunciation. But it is matter of common knowledge that those who defer preparation for this invaluable experience until the last stage of life attain not self-realization but old age, amounting to a second and pitiable childhood, living as a burden on this earth. I have a full recollection that I held these views even while I was teaching, though I might not then have expressed them in identical language. So ഇതാണ് പാസേജ്. അപ്പം ഈ പാസേജിന്റെ ബേസിലായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ദ പാസേജ് ഡിസ്കസസ്, പാസേജ് എന്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഹൗ ടു അറ്റൈൻ ബ്രെയിൻ പവർ. ഓപ്ഷൻ ബി, സ്പിരിച്വൽ ട്രെയിനിങ് ഓഫ് ബോയ്സ്. ഓപ്ഷൻ സി, സ്പിരിച്വൽ ട്രെയിനിങ് ഓഫ് റോബോട്ട്സ്. ഓപ്ഷൻ ഡി, ഹൗ ടു ഡെവലപ്പ് ലാംഗ്വേജ് സ്കിൽസ്. നമ്മൾ പാസേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സ്പിരിച്വൽ ട്രെയിനിങ് ഓഫ് യങ് അല്ലെങ്കിൽ ബോയ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് സെന്റൻസിൽ തന്നെ ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഹൗ ടു അറ്റൈൻ ബ്രെയിൻ പവറും റോബോട്ട്സിനെ പറ്റിയിട്ടും ലാംഗ്വേജ് സ്കിൽസിനെ പറ്റിയിട്ടും ഒട്ടും മെൻഷൻ ചെയ്യുന്നേ ഇല്ല പാസേജിൽ. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമുക്ക് എന്താണ് ഓപ്ഷൻ ബി ആയ സ്പിരിച്വൽ ട്രെയിനിങ് ഓഫ് ബോയ്സ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം.
A suitable title for the passage could be Spiritual Training of Developing Countries, Self-Realization and Moksha, Importance of Spiritual Training, Life and Character of a Filmmaker. ഇതിലിപ്പോൾ ഒട്ടും വരാത്തത് എന്താ, ലൈഫ് ആൻഡ് ക്യാരക്ടർ ഓഫ് എ ഫിലിം മേക്കർ എന്നൊന്നും നമ്മൾ മെൻഷൻ ചെയ്ത് കണ്ടിട്ടേ ഇല്ല. സ്പിരിച്വൽ ട്രെയിനിങ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസും പറയുന്നു. സ്പിരിച്വൽ ട്രെയിനിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസിനെ പറ്റി പറയുന്നില്ല. പിന്നെയും ഈ ഒരു രണ്ട് കാര്യങ്ങളാണ്. ബി എം സി ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ, സെൽഫ് റിയലൈസേഷൻ മോക്ഷയാണോ അതോ ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ട്രെയിനിങ് ആണോ. പക്ഷെ പാസേജിൽ ഓദർ സെൽഫ് റിയലൈസേഷനെ, അതായത് മോക്ഷയൊക്കെ ഒരു സൂപ്പർസ്റ്റിഷൻ പോലെയാണ് കാണുന്നത്. കുറച്ചും കൂടി ഓദർ പ്രൊമോട്ട് ചെയ്യുന്ന എന്താണ്, അതായത് സ്പിരിച്വൽ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ട്രെയിനിങ് അല്ലെങ്കിൽ യങ് ആയിട്ടുള്ളതാണല്ലോ. അപ്പം കൂടുതലായിട്ടും ആ പാസേജ് ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സ്പിരിച്വൽ ട്രെയിനിങ് ആണ്. ഓക്കെ, സെൽഫ് റിയലൈസേഷൻ മോക്ഷയൊക്കെ ഒരു രണ്ട് സെന്റൻസിൽ മാത്രമേ അത് മെൻഷൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏതാണ് സ്യൂട്ടബിൾ ടൈറ്റിൽ? നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സ്പിരിച്വൽ ട്രെയിനിങ് കൊടുക്കാം. Training of the spirit means option A, to build character and to enable one to work towards a knowledge of God and self-realization. Option B, being acquainted with the latest version of T20 cricket. Option C, memorizing or reciting hymns. Option D, studying only the religious books. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് നമുക്കൊന്ന് പാസേജിലേക്ക് ഒന്ന് പോയേക്കാം അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, to develop the spirit is to build a character and to enable one to work towards knowledge of God and self-realization. എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ എ. ബാക്കിയൊന്നും അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം T20 ക്രിക്കറ്റ്, മെമ്മറൈസിങ്, റിസൈറ്റിംഗ് ഹിംസ് ഒന്നും ഒട്ടും പാസേജ് പറയുന്നേ ഇല്ല. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഏതാണ് അത് ക്ലിയർ ആയിട്ട് തന്നത് ഫസ്റ്റ് വൺ ആണ് നമുക്ക് ക്ലിയർ ആയിട്ട് പാസേജിൽ കൊടുത്തിട്ടുള്ളത്. സോ അതാണ് ആൻസർ. ഓക്കെ, ഇനി എന്താണ് സെൽഫ് റിയലൈസേഷൻ ഇസ് പോസിബിൾ? ഓപ്ഷൻ എ, അറ്റ് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ലൈഫ്. Option B, while preparing the youth. Option C, after retirement only. Option D, at old age. ഇപ്പം ഇതിൽ ഏതാണ്? മേ ബി ഇതൊരു കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഫോർത്ത് സ്റ്റേജിലാണോ, വൈൽ പ്രിപ്പയറിംഗ് ദ യൂത്ത് ആണോ, റിട്ടയർമെന്റ് ആണോ, ഓൾഡ് ഏജ് ആണോ? നമ്മൾ പാസേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സൂപ്പർസ്റ്റിഷന്റെ കാര്യം പറയുന്നുണ്ട്. സെൽഫ് റിയലൈസേഷൻ എന്താണ്, ഫോർത്ത് സ്റ്റേജ് ഓഫ് ലൈഫിലാണ്, അതായത് സന്യാസയിലാണ് നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ ഓദർ അതിൽ വലിയ ബിലീവ് ചെയ്യുന്നില്ല. ഓദർ എന്താണ് കൺസിഡർ ചെയ്യുന്നത്, ഈ സെൽഫ് റിയലൈസേഷൻ ഒക്കെ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ട്രെയിനിങ് ഓഫ് ദി യങ് എന്നാണ് ഓദർ വിശ്വസിക്കുന്നത്. അപ്പം ഓൾടുഗെദർ നമ്മൾ ഈ പാസേജ് ഹോളായിട്ട് എന്താണ് വിചാരിക്കുന്നത്, അതാണ് പല രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ജസ്റ്റ് സൂപ്പർസ്റ്റിഷൻ ആയിട്ടും ഡിസഗ്രി ചെയ്യുന്ന പോലെയാണ് ആ സെന്റൻസ്, അതായത് ഓൾഡ് ഏജ് അല്ലെങ്കിൽ സന്യാസയുടെ കാര്യമൊക്കെ ഫോർത്ത് സ്റ്റേജ് ഓഫ് ലൈഫ് ഒക്കെ പറയുന്നത്. അപ്പം ഏതായിരിക്കും ആൻസർ? വൈൽ പ്രിപ്പയറിംഗ് ദ യൂത്ത് ആണ് ആൻസർ, ഓപ്ഷൻ ബി. അപ്പം അതാണ് നമ്മൾ ഓദർ ഇതിൽ സെൽഫ് റിയലൈസേഷൻ പോസിബിൾ ആണെന്ന് പറയുന്നത്. മറ്റേതൊന്നും വലിയ എത്ര നല്ല ബെനിഫിറ്റ്സ് ആയിരിക്കില്ല ഓൾഡ് ഏജ് ഉള്ളതെന്നും പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ഓദർ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് പറയാം. കുറച്ച് ജമ്പിൾഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കാണിച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കാൻ. നല്ലപോലെ വായിച്ചിട്ട് പറയാം. ഓപ്ഷൻ എ, സ്പിരിച്വൽ ട്രെയിനിങ് ഇസ് ആസ് ഡിഫിക്കൽട്ട് ആസ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രെയിനിങ്. അതായത് ഫിസിക്കൽ മെന്റൽ ട്രെയിനിങ് പോലെ തന്നെ സ്പിരിച്വൽ ട്രെയിനിങ്ങും ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബിയിൽ എന്താണ് പറയുന്നത്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ആണ് ഈസിയർ ദാൻ സ്പിരിച്വൽ ട്രെയിനിങ്. സ്പിരിച്വൽ ട്രെയിനിങ്ങിനേക്കാളും ഈസിയർ ആണ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ആർ ഈക്വലി ഡിഫിക്കൽട്ട്. അത് സ്പിരിച്വൽ ട്രെയിനിങ് പോലെ തന്നെ മെന്റൽ ഫിസിക്കൽ ട്രെയിനിങ് രണ്ടും ഒരേപോലെ ഡിഫിക്കൽട്ട് ആണ്. ഓപ്ഷൻ ഡി, സ്പിരിച്വൽ ട്രെയിനിങ് ഹാസ് നോ വിസ്ഡം ആസ് ഡസ് ദ മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്. അപ്പൊ ഇതൊന്നും വലിയ വിസ്ഡം ഒന്നും തരുന്നില്ല എന്നാണ് ഓപ്ഷൻ ഡി പറയുന്നത്. നമുക്കറിയാം ഓപ്ഷൻ ഡി അല്ല, രണ്ടും ഡിഫിക്കൽട്ട് ആണെന്ന് എവിടെയും പറയുന്നില്ല അല്ലെ. അപ്പൊ ഏതാണ്? ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് സ്പിരിച്വൽ ട്രെയിനിങ് ഡിഫിക്കൽട്ട് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അത് ആ സെന്റൻസ് പോലെയല്ല ഈ നമ്മൾ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്, കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. അതായത് മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ഈസിയർ ആണ്, എളുപ്പമാണ് സ്പിരിച്വൽ ട്രെയിനിങ്. അതിന്റെ അർത്ഥം സ്പിരിച്വൽ ട്രെയിനിങ് ഡിഫിക്കൽട്ട് ആണ് മറ്റ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ഇസ് ഈസിയർ ദാൻ ദ സ്പിരിച്വൽ ട്രെയിനിങ്. പേര് വായിച്ചിട്ട് കിട്ടുന്നില്ല, പക്ഷെ ഹൈ. പിന്നെ ഇപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സദക്ക എന്നാണോ പേര് പറഞ്ഞത്? ഓക്കെ, ഹൈ. നമുക്കിനി മാച്ച് ദ ഫോളോയിങ് ചെയ്താലോ? അപ്പം ഇത് നേരത്തെ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു, നമുക്ക് അതുപോലെ തന്നെ നമുക്കിത് നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. സ്പിരിച്വൽ പാർട്ട് എയിൽ എന്തൊക്കെയുണ്ട്? സ്പിരിച്വൽ ട്രെയിനിങ് ഉണ്ട്. ദ നരേറ്റർ റിലൈഡ് ഓൺ റിലീജിയസ് ബുക്സ്. ഓപ്ഷൻ സിയിൽ യങ്സ്റ്റേഴ്സ് വർ എഡ്യൂക്കേറ്റഡ് അറ്റ്, പിന്നെ ടു ഡെവലപ്പ് ദ സ്പിരിറ്റ് വാസ്. അപ്പൊ പാർട്ട് ബിയിൽ ഇനി എന്തൊക്കെയാണുള്ളത്?
was much more difficult than physical training. For the training of the spirit, Tolstoy found to develop and build character. ഈ നേരത്തെ നമ്മൾ കുറേ വട്ടം പറഞ്ഞു സ്പിരിച്വൽ ട്രെയിനിങ് എന്താണ് ഫിസിക്കൽ ട്രെയിനിങ്ങിനേക്കാളും ഡിഫിക്കൽട്ടാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ആൻസർ കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ ട്രെയിനിങ് A1. അപ്പം ഏതാണ് നമ്മൾ ഓപ്ഷൻ എയിൽ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. എന്നാലും കണ്ടില്ലേ ഇപ്പം നമുക്ക് ഏകദേശം ആൻസർ ഇതൊക്കെ പെട്ടെന്ന് അറിയുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ ഓപ്ഷൻ അങ്ങ് നമുക്ക് ബാക്കി ഇനി ചില കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമുക്ക് ചാൻസസ് ഉണ്ട് ആൻസർ റൈറ്റ് ആവാനുള്ള ചാൻസ്. എന്നാലും നമ്മൾ മറ്റത് കൺസിഡർ ചെയ്യരുതെന്നല്ലല്ലോ, നമ്മൾ അതും വായിച്ചു നോക്കണം. അപ്പം അടുത്തത് ഏതാണ്? The narrator relied on religious books. എന്തിനാണ്? For the training of the spirit. Okay. അതുപോലെ യങ്സ്റ്റേഴ്സ് were educated at Tolstoy farm. ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാസേജിൽ. അതിൽ കണ്ടില്ലേ undertook the education of the youngsters of Tolstoy farm. പിന്നെന്താ relied little on for the religious books for the training of the spirit ഒക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായി നമുക്ക് ഇത് കിട്ടി. ഇത് narrator relied on religious for the training of the spirit കിട്ടി. Youngsters were educated at Tolstoy farm. Next to develop the spirit was to develop and build character. അപ്പം എല്ലാം ഒരൊറ്റ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടി, കാരണം ആദ്യത്തെ തന്നെ A1 ഉള്ളത് വേറൊന്നും ഇല്ല അല്ലേ. അപ്പം ഏതാണ്? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇപ്പം ഇത്രയും 2 പാസേജസ് നമ്മൾ ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള പാസേജ് ആയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഉള്ള സീരീസിൽ നമ്മൾ ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് എന്താ ചെയ്യാണ്ട് ആൻസേഴ്സ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നാലും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പം നമ്മൾ ഈ ക്രാക്ക് CUET 2023 ഭാഗമായിട്ടാണ് ഈ സീരീസ് നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഇന്ത്യയിലെ കിഡ്ലൻ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രെപ്പ് വൈസിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും സെഷൻസ് വരും. അപ്പം നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു പ്രെപ്പ് വൈസ്. ടാർഗറ്റ് CUET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് CET 2022 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സെക്ഷൻ ഇംഗ്ലീഷ് പാർട്ടായിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ ആ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ അതിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. സോ പറയാനുള്ളത്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. ടാർഗറ്റ് CUET 2023 ടാർഗറ്റ് CUET 2024. അത് നിങ്ങൾക്ക് +1 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2024 ഗ്രൂപ്പിലും, +2 സ്റ്റുഡൻസ് ആണെങ്കിൽ 2023 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന സെഷൻസിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ എക്സാം അപ്ഡേറ്റ്സ് എല്ലാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിന്ന് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. Passage question ആണ് ഫസ്റ്റ്. I will read the passage first. Everyone's first job is special. There are a couple of reasons for this. Experiences burned in one's memory. It gives you the practice needed to fulfill other positions, and it teaches you about the value of money. Of course, we do jobs around the house when we are young, like cleaning dishes, vacuuming, and doing laundry. But working for others for money gives off a different feeling. When I was about 16 years old, I wanted to buy albums of my favorite bands, but I did not have any money. My parents were not the type of people to give money to me out of nowhere or even for work done at home. I had to find work in order to purchase the music I wanted. So I inquired as to who could give me work around the town. I lived in the town of Woodway, which was relatively small with no street lights and hardly any population. I went to the oldest person I knew in my neighborhood, Mrs. Hudson. She was over 80 years old and could not tend her garden anymore. She had flowers, a grass lawn and some tomato plants. I knocked on her door, building up enough courage to ask her for work. She answered that indeed she needed help in her garden. She did not discuss the amount of money I would get for the work. The first job supplies you with the value of money, as sweat turned into cash is something no one can take away from you. സോ ഇതിൽ ഓതർ എന്താണ് ഫസ്റ്റ് ജോബിനെ പറ്റി പറയുന്നതാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റിയും പിന്നെ 16 years old ആയപ്പോൾ ഒരാഗ്രഹം കാരണമാണ്, പൈസയുടെ ആവശ്യം കാരണമാണ് ഫസ്റ്റ് ജോബ് ചെയ്യാൻ തുടങ്ങിയത്, അതായത് ഫോർ പെയ്ഡ് വർക്ക്.
അപ്പം അതൊക്കെയാണ് ഈ പാസേജിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പാസേജ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് പാസേജിലേക്ക് ഇതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പോവാം. First question, in the sentence it gives you the practice needed, the word practice most closely means option A training, option B an outing, option C confidence, option D freedom. ഈ സെന്റൻസ് it gives you the practice needed, അതിൽ പ്രാക്ടീസ് മോസ്റ്റ് ക്ലോസ്ലി ഏതുമായിട്ടാണ് കൂടുതൽ ഈ പ്രാക്ടീസ് എന്ന വേർഡ് ക്ലോസ് ആയിട്ടുള്ളത് ഈ ഇത് കൊടുത്തതിൽ? ട്രെയിനിങ് ആണോ, ആൻ ഔട്ടിംഗ് ആണോ, കോൺഫിഡൻസ് ആണോ, ഫ്രീഡം ആണോ? പാസേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗീവ്സ് യു ദ പ്രാക്ടീസ് നീഡഡ് ടു ഫുൾഫിൽ അതർ പൊസിഷൻ, മറ്റ് പൊസിഷന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ട്രെയിനിങ് ആണ്. സോ ക്ലോസ്ലി നമുക്കിതിനെ ട്രെയിനിങ് ഇതിനെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. അടുത്തത്, ദ നരേറ്റർ വാസ് അൺഎബിൾ ടു ബൈ ആൽബംസ് അറ്റ് 16 years of age ബിക്കോസ് എന്തുകൊണ്ടാണ് നരേറ്ററിന് 16 വയസ്സിൽ ആൽബംസ് വാങ്ങാൻ പറ്റാതെ? ഹി വാസ് നോട്ട് പെർമിറ്റഡ് ടു ബൈ എനിത്തിങ്, he did not find the ones that he wanted, he could not afford to buy it, the albums of his favorite bands were sold out. So ഇതിൽ ഏതാണ് കറക്റ്റ്? ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് പാരൻസ് അങ്ങനെ പെട്ടെന്നൊന്നും എവിടുന്നോ ചോദിക്കുമ്പോഴേക്കും പൈസ ഒന്നും തരില്ല. അപ്പം നരേറ്ററിനാണെങ്കിൽ ആൽബംസ് വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, he could not afford to buy it. The narrator had to look for dash to purchase the music album he or she wanted. Option A paid work, option B unrewarded work, option C weekend work, option D voluntary work. സോ ഇതിൽ 4 ഏതാണ്? മ്യൂസിക് ആൽബം വാങ്ങണം എന്ന് പറഞ്ഞു, കയ്യിൽ പൈസ ഇല്ല. അപ്പം എന്ത് വർക്ക് ആയിരുന്നു നരേറ്റർ നോക്കിക്കൊണ്ടിരുന്നത്? എന്തായാലും പൈസ ഇല്ലാത്ത വർക്കല്ലല്ലോ, പൈസ ഉണ്ടായാലേ മ്യൂസിക് ആൽബം വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ എന്താണ് ഈ അൺറിവാർഡും വീക്കെൻഡും വോളണ്ടറി ഒന്നും അല്ല, ഓപ്ഷൻ എ ആയ പെയ്ഡ് വർക്ക് ആണ് ഇതിന്റെ ആൻസർ. The narrator feels that the first job is important for everyone, only the successful people, the brilliant students, only the housewives. എന്താണ് പറഞ്ഞിട്ടുള്ളത്? Everyone's first job is special എന്നാണ് പറഞ്ഞത്. ഒരു പ്രത്യേക ആളുകൾ എന്നൊന്നും പറഞ്ഞില്ല, എല്ലാ ആളുകളുടെ ഫസ്റ്റ് ജോബും വളരെ സ്പെഷ്യൽ ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ എവ്രി വൺ. ഇനി ഈ ഒരു ബേസിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. പാർട്ട് എയിൽ ദ ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ ഫോർ ഓൾ, ദ നരേറ്റർ വൺസ് ഡിഡ് നോട്ട് ഹാവ് മണി, ഓപ്ഷൻ സി ദ നരേറ്റർ ഇൻക്വയർഡ്, ഓപ്ഷൻ ഡി മിസ്സസ് ഹുഡ്സൺ വാസ്. പാർട്ട് ബിയിൽ അബൌട്ട് ഹു കുഡ് ഗിവ് ഹിം എ ജോബ്, ഓപ്ഷൻ 2 ടു ബൈ മ്യൂസിക് ആൽബംസ്, പിന്നെ ആസ് ദ എക്സ്പീരിയൻസസ് ബേൺഡ് ഇൻ വൺസ് മെമ്മറി ഓവർ 18 years old. അപ്പോൾ ഇത് മാച്ച് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ്, ദ ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ ഫോർ ഓൾ. പാസേജ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ, എക്സ്പീരിയൻസസ് ബേൺഡ് ഇൻ വൺസ് മെമ്മറി. അപ്പോൾ ഏതാണ്? ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ ആസ് ദ എക്സ്പീരിയൻസസ് ബേൺഡ് ഇൻ വൺസ് മെമ്മറി. അപ്പം A3 വരുന്നത് ബി ഇവിടെ ഉണ്ട്. നമുക്ക് ബാക്കിയും കൂടി നോക്കാം. ഓക്കെ, ദ നരേറ്റർ വൺസ് ഡിഡ് നോട്ട് ഹാവ് മണി ടു ബൈ മ്യൂസിക് ആൽബംസ് അല്ലേ? അപ്പം B2. അപ്പം ഇത് തന്നെ കറക്റ്റ്. ദ നരേറ്റർ ഇൻക്വയർഡ് അബൌട്ട് ഹു കുഡ് ഗിവ് ഹിം എ ജോബ് അല്ലേ? അപ്പം C1. പിന്നെ മിസ്സസ് ഹുഡ്സൺ വാസ് ഓവർ 80 years old. അപ്പം എന്താണ്? A3, B2, C1, D4. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. The first job supplies you with the value of money, as sweat turned into cash is something no one can take away from you. The narrator wanted to buy albums. നരേറ്ററിന് എവിടെ നിന്നാണ് ആൽബംസ് വാങ്ങിക്കേണ്ടത്? ഫ്രം ഹിസ് ഫേവറേറ്റ് ബാൻഡ്, ഫ്രം ഹിസ് നൈബർ മിസ്സസ് ഹഡ്സൺ, ഫ്രം ഹിസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഫ്രം ദ മോസ്റ്റ് പോപ്പുലർ ഗ്രാമി അവാർഡ് വിന്നർ എവർ. ഇതിൽ ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ? ഇതിൽ ആൽബംസ് ആരുടെ നിന്നാണ് വാങ്ങുന്നത് ക്ലിയർ ആയിട്ട് പാസേജിൽ പറയുന്നുണ്ട്, ഫ്രം ഹിസ് ഫേവറേറ്റ് ബാൻഡ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ പാസേജ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ജമ്പിൾഡ് ആയിട്ട് അങ്ങോട്ട് കുറച്ച് സെന്റൻസ് പാർട്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സെന്റൻസ് ആക്കി മാറ്റാം. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സാമിന് നമുക്കിത് ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് 2 ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വായിച്ചു നോക്കുക, ഓരോന്ന് ഓപ്ഷൻസിനനുസരിച്ച് നിങ്ങൾക്ക് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് ആയി തോന്നിയത് ഏതാണോ അത് സെലക്ട് ചെയ്യാം. അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. ഇത് ഒരിക്കലും ആവില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ സി ഒരിക്കലും നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താം. ഇതിൽ ഓപ്ഷൻ എ, ഹു ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ആനിമേഷൻ, ഓപ്ഷൻ ബി ദ ആനിമേറ്റർ, ഓപ്ഷൻ സി യൂസിങ് എ ബ്ലെൻഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ടെക്നോളജി, ഓപ്ഷൻ ഡി ഗീവ്സ് ലൈഫ് ടു എ ക്യാരക്ടർ. അപ്പോൾ ഇതിൽ നമുക്ക് ദ ആനിമേറ്റർ വെച്ചിട്ടൊക്കെ സെന്റൻസ് തുടങ്ങാമല്ലോ, ഒരു സബ്ജക്റ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് ആനിമേറ്റർ ആണെങ്കിലോ, ദ ആനിമേറ്റർ. ഇനി ആനിമേറ്ററിനെ
The animator using a blend of imagination. The animator gives life to a character. The animator who is an expert in the art of animation. അപ്പോൾ ഇതിൽ ആനിമേറ്ററിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഏതാണ്? അപ്പോൾ നമുക്ക് BA, ദ ആനിമേറ്റർ ഹൂ ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ആനിമേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കണം. എന്താണ്? ഗീവ്സ് ലൈഫ് ടു എ ക്യാരക്ടർ യൂസിങ് എ ബ്ലെൻഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ടെക്നോളജി. അപ്പം അത് സെൻസ് തോന്നുന്നുണ്ടല്ലോ. അതായത് ആനിമേറ്റർ ഹൂ ഇസ് എൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ആനിമേഷൻ ഗീവ്സ് ലൈഫ് ടു എ ക്യാരക്ടർ യൂസിങ് എ ബ്ലെൻഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ടെക്നോളജി. അപ്പം BADC. അപ്പോൾ അതായത് BADC വരുന്നത് ഓപ്ഷൻ B ആണ്. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ഓപ്ഷൻ A, ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ലൈക്ക ദ സ്പേസ് ഡോഗ് വുഡ് ഓൾവേസ് ബി റിമെമ്പർഡ്. ഓപ്ഷൻ C, ടു ടേക്ക് എ ജയന്റ് ലീപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് സയൻസ്. ഓപ്ഷൻ D, ഫോർ ഹർ ഷോർട്ട് അഡ്വെഞ്ചർ ഇൻ സ്പേസ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ്? നമ്മൾ ലൈക്കെ വെച്ചിട്ട് സബ്ജക്റ്റ് വെച്ചെന്ന് തുടങ്ങാൻ വിചാരിക്കാം. നമ്മളറിയാം എല്ലാം B തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഇവിടെ വേണ്ട. ലൈക്ക ദ സ്പേസ് ഡോഗ് വുഡ് ഓൾവേസ് ബി റിമെമ്പേർഡ്, ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ആണോ? ടു ടേക്ക് എ ജയന്റ് ലീപ്പ് ആണോ? ഫോർ ഹർ ഷോർട്ട് അഡ്വെഞ്ചർ ആണോ? കറക്റ്റ് ഏതാണ്? BD അല്ല തോന്നുന്നത്. ഫോർ ഹർ ഷോർട്ട് അഡ്വെഞ്ചർ ഇൻ സ്പേസ് ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു ടേക്ക് എ ജയന്റ് ലീപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് സയൻസ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? BDAC വരുന്നത് ഓപ്ഷൻ A. സോ ഓപ്ഷൻ A ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് ഓപ്ഷൻ A, ഷെയർസ് വിത്ത് monkeys. ഓപ്ഷൻ B, when any suspicious object is sighted. ഓപ്ഷൻ C, the Indian giant squirrel. ഓപ്ഷൻ D, the habit of scolding, barking and raising a general alarm. ഇതിൽ ഏതാണ് കറക്റ്റ്? ഇതുപോലെ നമുക്ക് സബ്ജക്ട് വെച്ച് ദ ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. ദ ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ, വെൻ എനി സസ്പീഷ്യസ് ഒബ്ജക്റ്റ് അല്ല. ദ ഹാബിറ്റ് ഓഫ് സ്കോൾഡിംഗ് ഇല്ല, ഒരു കണക്ഷൻ ഇല്ലല്ലോ. ദ ഇന്ത്യൻ ജയന്റ് സ്ക്വിറൽ ഷെയർസ് വിത്ത് monkeys. The habit of scolding, barking and raising a general alarm when any suspicious object is sighted. അപ്പം CADB. അപ്പം ഇതാണ് ഓപ്ഷൻ D ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. CADB. അടുത്തത് വീണ്ടും ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറയുന്നുണ്ട്. ഓപ്ഷൻ A, ഈസ് എ വെരി പ്രഷ്യസ് ആസ്പെക്ട്. ഓപ്ഷൻ B, ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഇറ്റ് നീഡ്സ്. ഓപ്ഷൻ C, സേഫ്റ്റി ടു മെയിൻറ്റെയിൻ ഇറ്റ് സബ്ലിം ക്വാളിറ്റി. ഓപ്ഷൻ D, എ പീസ്ഫുൾ മൈൻഡ്. നമുക്ക് പീസ്ഫുൾ മൈൻഡ് വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ പീസ്ഫുൾ മൈൻഡ്, സേഫ്റ്റി ഇല്ല, ഈ സെൻറ്റൻസ് കണക്റ്റ് ആവില്ല. ഡിയും ബിയും കണക്റ്റ് ആവില്ല. കൂടുതൽ ഏതാണ്? എ പീസ്ഫുൾ മൈൻഡ് ഈസ് എ വെരി പ്രഷ്യസ് ആസ്പെക്ട്. ഇനി ഒരു പ്രപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്യണ്ടേ. പ്രഷ്യസ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഇറ്റ് നീഡ്സ് സേഫ്റ്റി ടു മെയിൻറ്റെയിൻ ഇറ്റ് സബ്ലിം ക്വാളിറ്റി. അപ്പോൾ ഏതാണ്? DABC വരുന്നത് ഓപ്ഷൻ A ആണ്. സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. അപ്പം മനസ്സിലായി തോന്നുന്നു. നിങ്ങളിങ്ങനെ മാച്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾ ഓരോന്നിങ്ങനെ വെച്ച് നോക്കുക, ഏതാണ് കണക്ഷൻ കിട്ടുന്നത്, കണക്റ്റിംഗ് ആയിട്ട് ഏതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ സെൻറ്റൻസ് മൊത്തമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഏതാണ് സെൻസ് തരുന്നത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ ഇതിനു മുന്നേയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു വീഡിയോസിലൊക്കെ. നിങ്ങളതൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കാരണം കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് +2 ശേഷം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് CUET ക്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് PrepWise-നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ്, എക്സ്പേർട്ട് ഫാക്കൽറ്റിയുടെ ക്ലാസ്സസും നോട്ട്സും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So that's all. Keep practicing and make use of this platform. That's all. Thank you for watching this video. Bye. Good evening all. Welcome to PrepWise. So Target CUET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഇംഗ്ലീഷ് പാർട്ടിൽ, അതായത് CUET 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് പാർട്ടായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. ഇതിന് മുന്നേയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണണം. അപ്പോൾ നമ്മളിന്ന് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. From the given options,
Choose the pair of words which carry the same relationship as allegory, fable. അപ്പം അനലോജി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റും. അപ്പം ഈ അലിഗറി ഫാബിളിലുള്ള പോലെ റിലേഷൻഷിപ്പ് ഈ ഓപ്ഷൻസിൽ ഏതാണ് ഉള്ളത് എന്നാണ്. ഓപ്ഷൻ എ ചർച്ച് ചാപ്പൽ, ഓപ്ഷൻ ബി മൊണസ്ട്രി ഹോസ്പിറ്റൽ, ഓപ്ഷൻ സി പാർക്ക് ഹൗസ്, ഓപ്ഷൻ ഡി പൊളിറ്റിക്സ് ആർമി. അപ്പം ഇതിൽ ഏതാണ് അലിഗറി ഫാബിൾ? അലിഗറി അപ്പൊ ഫാബിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എ ടൈപ്പ് ഓഫ് അലിഗറി ആണ്. അപ്പം അങ്ങനത്തെ ഒരു മീനിങ് ഉള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതായത് ചേർച്ചും ചേപ്പലും തമ്മിൽ എന്താ ബന്ധം? മൊണസ്ട്രി ഹോസ്പിറ്റൽ, പാർക്ക് ഹൗസ്, പൊളിറ്റിക്സ് ആർമി. അപ്പൊ എന്താണ് ഇപ്പൊ അലിഗറി ഫാബിളിലെ പോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഫേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അലിഗറി. അപ്പൊ അതുപോലെ മീനിങ് വരുന്നത് ഏതാ വെച്ചാൽ ചാപ്പൽ ആണ്. ചാപ്പൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ചേർച്ചിനേക്കാളും കുറച്ച് ചെറുതായിട്ടുള്ളതാണ്. അപ്പം ചാപ്പൽ ഇസ് എ കൈൻഡ് ഓഫ് ചേർച്ച്. അപ്പം എന്താണ് ഇതിന്റെ ഓപ്ഷൻ എ ആയ ചേർച്ച് ചേപ്പൽ ആണ് വിച്ച് ക്യാരി ദ സെയിം റിലേഷൻഷിപ്പ് ആസ് അലിഗറി ഫേബിൾ. അടുത്തത് സെയിം പോലെ തന്നെ എക്സ്റ്റംബർ റിഹേഴ്സ്. എക്സ്റ്റംബർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിഹേഴ്സൽ ഒന്നും ഇല്ലാതെ ഭയങ്കര സഡൻ ആയിട്ട് ചെയ്യുന്ന, അത് എക്സ്റ്റംബർ സ്പീച്ച് എന്നൊക്കെ പറയും. മുന്നേ പ്രിപ്പറേഷൻ ചെയ്യാതെ നമ്മൾ ഓൺ ദ സ്പോട്ട് ചെയ്യുന്നതിന്. റിഹേഴ്സൽ സാധാരണ പോലെ തന്നെ നമ്മൾ റിഹേഴ്സൽ നടത്തുക എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യുന്നതിന് മുന്നേ. അപ്പം ഇതിനെ പറ്റി ഇത് രണ്ടും ഒരു ഓപ്പോസിറ്റ്സ് ആണല്ലോ. അതായത് എക്സ്റ്റംബറിൽ ചെയ്യുമ്പോൾ റിഹേഴ്സൽ ഇല്ല. അപ്പോൾ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അതായത് സഡൻ ആയിട്ടുള്ള അല്ലല്ലോ, പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പൊ രണ്ടും ഒരു ഓപ്പോസിറ്റ് ആണ്. അപ്പം പക്ഷെ റിലേറ്റഡ് ആണ് പെർഫോമൻസുമായിട്ട്, പക്ഷെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പൊ അതേ മീനിങ് ഉള്ളത് ഓപ്ഷൻസിൽ ഏതാന്ന് നോക്കാം. ബ്യൂട്ടിഫുൾ സെറീൻ ആണോ, ഫാറ്റീഗ് എക്സോഷൻ ആണോ, ബാറ്റിൽ പീസ് ആണോ, അതോ ഇൻഫന്റ് ചൈൽഡ് ആണോ? ഇതിൽ ഏതാണ് നിങ്ങൾക്ക് എക്സ്റ്റംബർ റിഹേഴ്സ് ആയിട്ട് സെയിം റിലേഷൻഷിപ്പ് തോന്നുന്നത്? ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള ബാറ്റിൽ പീസ് ആണ്. അല്ലെ, ബാറ്റിലും പീസും റിലേറ്റഡ് ആണ്. പക്ഷെ ബാറ്റിലിൽ പീസ് ഉണ്ടാവാറില്ല, അതുപോലെ പീസ് ആ ഒരു സ്ഥലത്ത് എന്താ ബാറ്റിൽ ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് നോക്കിയിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിർച്യു മൊറാലിറ്റി. അപ്പൊ ഈ വിർച്യു മൊറാലിറ്റീനെ പോലെ തന്നെ റിലേഷൻഷിപ്പ് ഇതേപോലെ ഉള്ളത് ഏതൊക്കെയാണ്? സിൻ പ്രൊഫൈൻ ആണോ, ലോ ക്യാവോസ് ആണോ, ഡേ നൈറ്റ് ഓർ സ്റ്റോറി നോവൽ? ഓപ്ഷൻസിൽ ചോദിക്കുന്നത് ബി ഒള്ളി, എ ഒള്ളി, സി ഒള്ളി, ഡി ഒള്ളി. അപ്പൊ ഇതിൽ ഏതാണ് വിർച്യു മൊറാലിറ്റിയുടെ പോലെ തന്നെയുള്ള മറ്റൊരു പെയർ ഓഫ് വേർഡ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. വിർച്യൂസ് നമുക്കറിയാം, നല്ല കാര്യങ്ങൾ. അപ്പൊ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കുറെ നല്ല പ്രിൻസിപ്പൾസ്, ഒരു കൂട്ടം പ്രിൻസിപ്പൾസ് അടങ്ങിയിരിക്കുന്നതാണ് മൊറാലിറ്റി എന്ന് പറയാം. അപ്പൊ ഇത് റിലേറ്റഡ് ആണ്, അതായത് ഭയങ്കര ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അപ്പൊ അതുപോലത്തെ നോക്കണം. ഓക്കെ, അപ്പം സിന്നും പ്രൊഫൈനും ആക്ച്വലി ഉണ്ട്. സിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോങ് ഡൂയിങ്സ്. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ റിലീജിയൻ ഒന്നും റെസ്പെക്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ സിന്നുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ലോവും കാവോസും ടോട്ടലി ഓപ്പോസിറ്റ് ആണല്ലോ. അതുപോലെ ഡേ നൈറ്റ് ഓപ്പോസിറ്റ് ആണ്, സ്റ്റോറി നോവലും ഓപ്പോസിറ്റ് ആണ്. സോ ഏതാണ് ഇതിന് ആൻസർ? എ, അതായത് ഓപ്ഷൻ ബി ആയ എ ഒള്ളി. സിൻ പ്രൊഫൈൻ ആണ് വിർച്യു മൊറാലിറ്റീനെ പോലെ തന്നെ സെയിം റിലേഷൻഷിപ്പ് ക്യാരി ചെയ്യുന്നത്. അടുത്തത് അനോണിമസ് ഫേമസ്. ഒരാൾ ഭയങ്കര അറിയപ്പെടാത്തതും ഭയങ്കര അറിയപ്പെടുന്നതും. അതുപോലെ അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെയറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ മാൻ മെഷീൻ, ഓപ്ഷൻ ബി എർത്ത് സോയിൽ, ഓപ്ഷൻ സി റോസ് ജാസ്മിൻ, ഓപ്ഷൻ ഡി പിസ്റ്റൽ ഗൺ. ഇതിൽ ഏതാണ് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്? പിസ്റ്റൽ ഗൺ ആണോ? പിസ്റ്റൽ ഗൺ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനത്തിൽ പെട്ടതല്ലേ, അപ്പം അത് റിലേറ്റഡ് ആണ്. റോസും ജാസ്മിനും ലൈക്ക് ഫ്ലവർ ആണ്. എർത്തും സോയിലൊക്കെ റിലേറ്റഡ് ആണ്. പക്ഷെ ടോട്ടലി നമുക്ക് കുറച്ചും കൂടി രണ്ട് കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന ഏതാണ്? ഒരു ഗ്രൂപ്പിൽ പെടാത്തതെന്ന് നമുക്ക് പിന്നെയും പറയാൻ പറ്റുന്നത് മാനും മെഷീനാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Next, from the given option, choose the word which will correctly substitute or replace a short story എന്ന് ഉദ്ദേശിച്ച ഷോർട്ട് സ്റ്റോറി വിത്ത് എ മോറൽ. അപ്പം ഒരു സ്റ്റോറി, മോറൽ ഉള്ള സ്റ്റോറിയെ എന്താണ് പറയാം? ഓപ്ഷൻ എ നോവൽ ആണോ, ഓപ്ഷൻ ബി പോയട്രി ആണോ, ഓപ്ഷൻ സി ഡ്രാമയാണോ, ഓപ്ഷൻ ഡി പാരബിൾ ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി പാരബിൾ ആണ്. അതാണ് പാരബിളിലൂടെയാണ് ഒരു ചെറിയ സ്റ്റോറീസ് പറയും, പക്ഷെ ഒരു കുറച്ചുകൂടി റിലീജിയസ് ആയിട്ടുള്ളതാണ്. അതുപോലെ അവസാനം ഒരു മോറലും ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആ ഒരു സ്റ്റോറീന്റെ പറഞ്ഞതിലൂടെ എന്തെങ്കിലും മോറൽ അവസാനം കൊണ്ടുവരും. അപ്പൊ ഓപ്ഷൻ ഡി ആയ പാരബിൾ ആണ് റൈറ്റ് ആൻസർ. സ്റ്റാറ്റസ് ക്വോ ഇസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ. ഓപ്ഷൻ എ അൺചേഞ്ച്ഡ് പൊസിഷൻ, ഓപ്ഷൻ ബി എക്സലന്റ് റെസിറ്റേഷൻ, ഓപ്ഷൻ സി അൺബ്രേക്കബിൾ മെറ്റൽ, ഓപ്ഷൻ ഡി വെയിറ്റിംഗ് ലിസ്റ്റ്.
സ്റ്റാറ്റസ് ക്വോ, ഇതിൽ ഏതാണ് സ്റ്റാറ്റസ് ക്വോ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് അഫെയർ, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സോഷ്യൽ പൊളിറ്റിക്കൽ കാര്യത്തിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് സ്റ്റാറ്റസ് ക്വോ എന്ന് പറയുന്നത്. അപ്പം അതിനുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ്? എക്സിസ്റ്റിംഗ്. അപ്പം അതായത് മാറ്റമൊന്നും ഇല്ലാതെ. അപ്പം ഇതിൽ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ആക്ച്വലി അൺചേഞ്ച്ഡ് പൊസിഷൻ. നമ്മൾ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അപ്പം എക്സിസ്റ്റ് ചെയ്യുന്നത് വലിയ ചേഞ്ച് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെ അഫയേഴ്സ്. അപ്പം അതിന് സ്റ്റാറ്റസ് ക്വോന് മാച്ച് ഉള്ളത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഹോം സിക്നെസ് എന്ന് പറഞ്ഞ വേർഡുമായിട്ട് റിപ്ലേസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വേർഡ് ഏതാണെന്ന് ഇതിലുള്ളത്. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരിക്കും. ഓപ്ഷൻ എ നൊസ്റ്റാൾജിയ, ഓപ്ഷൻ ബി ഓപ്റ്റിമിസം, ഓപ്ഷൻ സി ക്രിറ്റിസിസം, ഓപ്ഷൻ ഡി പെസിമിസം. നമുക്കറിയാം ഓരോന്നിൻ്റെ മീനിങ് എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം ഹോം സിക്നെസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നമുക്കറിയാം എന്താണ്. അപ്പം നൊസ്റ്റാൾജി ആണല്ലോ, നൊസ്റ്റാൾജി വരുമ്പോൾ ആണല്ലോ നമുക്ക് ഹോം സിക്നെസ് കൂടുക. അപ്പോൾ ഈ ഓപ്ഷൻ എ ആയ നൊസ്റ്റാൾജിയ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് അൺആക്സെപ്റ്റബിളി ഹൊറിബിൾ. അൺആക്സെപ്റ്റബിളി ഹൊറിബിൾ എന്നുള്ളത് ഈ ഓപ്ഷൻസിൽ ഏതാണെന്ന്. ഓപ്ഷൻ എ ഹൊറൻഡസ്, ഓപ്ഷൻ ബി ഓണറബിൾ, ഓപ്ഷൻ സി അവേർലി, ഓപ്ഷൻ ഡി ഹാമ്പർ. അപ്പം ഭയങ്കര ഹൊറിബിൾ ആണെന്ന് പറയുന്നത് ഇതിൽ ഏത് ഓപ്ഷൻസിൽ ഏതാണെന്നാണ്. നമുക്ക് ഇതിൻ്റെ ഒക്കെ അർത്ഥം അറിഞ്ഞാൽ തന്നെ, നമുക്ക് ഓരോന്നിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പറയാം. ഭയങ്കര അൺകൈൻഡ് അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ളത് എന്നുള്ള അർത്ഥം, ഹൊറിബിൾ എന്ന അർത്ഥം ഓപ്ഷൻ എ ആയ ഹൊറൻഡസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നിങ്ങൾ കുറച്ച് ഒരു വേർഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് കണ്ടുപിടിക്കുക. ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, റോങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇതിൽ ബിബ്ലിക്കൽ എന്നാണ് നമുക്ക് വേർഡ് നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പം പക്ഷെ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഒക്കെ ആകുമ്പോൾ ഒന്ന് സൈഡിൽ ജസ്റ്റ് എഴുതി വെക്കാം. ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂഷൻ ആവുമെന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു വെക്കാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഏതാണ് കറക്റ്റ്. ബിബ്ലിക്കൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ബിബ്ലിക്കൽ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ വേർഡുമായിട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഓപ്ഷൻ ബി ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ, ബിബ്ലിക്കൽ. അടുത്തതും ഇതേപോലെ സ്പെല്ലിംഗ് കണ്ടുപിടിക്കേണ്ടതാണ്. ഒരാൾ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഹൊറൻഡസ്. ഇനി സ്പെല്ലിംഗ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അതായത് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവും ലോജിക്കലിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? ഇതിൽ ഈ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് പറയേണ്ടത്. ഏതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ്? സോ ദ റൈറ്റ് ആൻസർ ഇസ് സിമ്പിളായിട്ട് നമുക്ക് പറയാം ഓപ്ഷൻ എ ആണ്, LOGICAL. അപ്പം ഓപ്ഷൻ എ ലോജിക്കൽ ആണ് ഇതിൻ്റെ ആൻസർ. സോ ദാറ്റ്സ് ഓൾ. നമ്മൾ ഇന്ന് കുറച്ച് അനലജി ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ചെയ്തു. അതുപോലെ തന്നെ 2 സ്പെല്ലിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു. അതുപോലെ നമ്മൾ ഇങ്ങനെ ഓരോ വേർഡ് തന്നിട്ട് ഏതൊക്കെ ഇതിൽ ഏതാണ് മീനിങ് എന്ന് കണ്ടുപിടിക്കുന്ന അതും കൊടുത്തു അല്ലേ. അപ്പം ഇന്ന് ചെയ്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ മുന്നേയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി വരും ദിവസങ്ങളിലും നമ്മൾ ചെയ്യും. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 ശേഷം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് CUET ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PrepWise-നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് PrepWise ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ ഡ്രീം ആയിട്ടുള്ള CUET ക്രാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും നടക്കും. അപ്പം കൂടുതൽ ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു PrepWise. ടാർഗറ്റ് CUET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് മുന്നേയും ചെയ്തിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാൻ പോവാണ്. അപ്പം മുന്നത്തെ ക്വസ്റ്റ്യൻസ് കണ്ടില്ലെങ്കിൽ എന്തായാലും അതൊക്കെ പോയി ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ CUET 2022 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ തന്നെയാണ്, അതിൽ ഇംഗ്ലീഷ് പാർട്ട് തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, fill in the blank with the correct word. The uprooted trees in the park were a dash to see.
അപ്പോൾ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ക്യൂട്ട്, ഓപ്ഷൻ ബി സൈറ്റ്, ഓപ്ഷൻ സി സൈറ്റ്, ഓപ്ഷൻ ഡി സൈറ്റ്. അപ്പം ഇതിൽ 4 ഏതാണ് ഈ ഒരു ബ്ലാങ്കിൽ ആപ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ദ അപ്രൂവ്ഡ് ട്രീസ് ഇൻ ദ പാർക്ക് വരെ ഡാഷ് ടു സി. ഇപ്പൊ മീനിങ് നോക്കുമ്പോൾ നമുക്കൊരു കാഴ്ചയായിരുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് കിട്ടുക. അപ്പൊ അതിന് മാച്ച് ഉള്ള വേർഡ് ഇതിൽ ഏതാണ്? ക്യൂട്ട് ആണോ, ഈ സൈറ്റ് ആണോ? മൂന്നും സെയിം പ്രൊനൗൺസിയേഷൻ ഉള്ള വേർഡ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ആ ഒരു മീനിങ് തരുന്നത്? ആക്ച്വലി ഓപ്ഷൻ സി ആയ സൈറ്റ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ, കാഴ്ച എന്നുള്ള രീതിയിൽ. സോ ദ അപ്രൂവ്ഡ് ട്രീസ് ഇൻ ദ പാർക്ക് വരെ സൈറ്റ് ടു സി. സോ സി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് പിക്ക് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പം ഇതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഏതാണ് റൈറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഏകദേശം പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ചിലപ്പം പിടികിട്ടായിരിക്കും. കാരണം അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ള രീതിയിലല്ല സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു വേർഡിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പറയാം. ഗ്ലോറിയസ് എന്ന് പറഞ്ഞ വേർഡാണ്. കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എയിൽ തന്നെ ഉണ്ട്. സോ ഇതാണ് റൈറ്റ് ആൻസർ. അടുത്തത് ചൂസ് ദ കറക്റ്റ് മീനിങ് ഫ്രം ദ ഓപ്ഷൻ ഗിവൻ ബിലോ ദാറ്റ് വിൽ കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് എക്സ്പ്രഷൻ ബിൽഡ് കാസിൽസ് ഇൻ ദ എയർ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷന്റെ മീനിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ വേസ്റ്റ് ടൈം, ഓപ്ഷൻ ബി ഡേ ഡ്രീം, ഓപ്ഷൻ സി ബിൽഡ് ഹൗസസ്, ഓപ്ഷൻ ഡി വർക്ക് ഹാർഡ്. ബിൽഡ് കാസിൽസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്നതിനാണ് നമ്മൾ ബിൽഡ് കാസിൽസ് ഇൻ ദ എയർ എന്ന് പറയാം. സോ അതിന്റെ മീനിങ്ങുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ളത് ഏതാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഡേ ഡ്രീം ആണ് ഇതിന്റെ ആൻസർ. അടുത്തത് ഇതുപോലെ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫ്രേസ്, ഈ ഫ്രേസിന്റെ കറക്റ്റ് മീനിങ് കണ്ടുപിടിക്കാനാണ്. എ റെഡ് ലെറ്റർ ഡേ. അപ്പൊ എ റെഡ് ലെറ്റർ ഡേന്റെ മീനിങ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള എ ഡേഞ്ചറസ് ഈവന്റ് ആണോ? ഓപ്ഷൻ ബി എ പീസ്ഫുൾ ഒക്കേഷൻ, ഓപ്ഷൻ സി എ വെരി ഇമ്പോർട്ടന്റ് ഒക്കേഷൻ, ഓപ്ഷൻ ഡി എ ഫെസ്റ്റിവൽ ഹോളിഡേ. സോ എ റെഡ് ലെറ്റർ ഡേ എന്തായിരിക്കും? ഇതിന് ആൻസർ ഓപ്ഷൻ സി ആയ എ വെരി ഇമ്പോർട്ടന്റ് ഒക്കേഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് സോട്ട് ആഫ്റ്ററിന്റെ കറക്റ്റ് മീനിങ് വരുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ഹൈലി പെയ്ഡ്, ഓപ്ഷൻ ബി പുഷ്ഡ് ബൈ, ഓപ്ഷൻ സി ഇൻ ഗ്രേറ്റ് ഡിമാൻഡ്, ഓപ്ഷൻ ഡി വിത്ത് ഗ്രേറ്റ് ലാറ്റൻ ഹീറ്റ്. അപ്പം സോട്ട് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഭയങ്കര ഡിമാൻഡ് ഉള്ളതെന്ന് പറയാം. അപ്പൊ നമുക്കറിയാം ഓപ്ഷൻസിൽ ഏതാണ് ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ളത്. ഓപ്ഷൻ സി ആയിട്ടുള്ള ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഇനി മറ്റൊരു ഫ്രേസിന്റെ മീനിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഒരുപാട് ഫ്രേസിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ ഫ്രേസസ് ഒക്കെ ഇനി ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ സിമിലാരിറ്റി ഉള്ളത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ടു ഹിറ്റ് ബിലോ ദ ബെൽറ്റിന്റെ കറക്റ്റ് മീനിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ ടു പണിഷ് ഫോർ എ മിസ്ഡീഡ്, ഓപ്ഷൻ ബി ടു ടൈ വിത്ത് എ ബെൽറ്റ്, ഓപ്ഷൻ സി ടു പ്ലേ വിത്ത് ഫ്രണ്ട്സ്, ഓപ്ഷൻ ഡി ടു അറ്റാക്ക് അൺഫെയർലി. ടു ഹിറ്റ് ബിലോ ദ ബെൽറ്റ് ഒക്കെ ആക്ച്വലി ആ ഒരു ഫ്രേസ് വരുന്നതൊക്കെ ഒരു ഈ ബോക്സിംഗ് ഗെയിമിന്റെ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പം അങ്ങനെ ഒരു റൂൾ ഉണ്ട്, ബെൽറ്റിന്റെ കീഴെ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യാൻ പാടില്ല, അത് അൺഫെയർ ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയാം. അപ്പം ഈ ഒരു ഓപ്ഷൻസിൽ ഏതാണ് ഇതിന് മാച്ച് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആയ ടു അറ്റാക്ക് അൺഫെയർലി ആണ് ടു ഹിറ്റ് ബിലോ ദ ബെൽറ്റിന്റെ കറക്റ്റ് മീനിങ്. നെക്സ്റ്റ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ചോദിക്കുന്നത്. അപ്പം ഈ ഫിഗർ ഓഫ് സ്പീച്ചിന്റെ ഏതാണ് ഇത് നമ്മൾ ഓപ്ഷൻസിൽ കണ്ടുപിടിക്കണം. ദ ചൈൽഡ് സ്മൈൽ ലൈക്ക് എ ബ്ലൂമിംഗ് ഫ്ലവർ. ഓപ്ഷൻ എ സിമിലി ആണോ? ഓപ്ഷൻ ബി പാരഡോക്സ്, ഓപ്ഷൻ സി ഐറണി, ഓപ്ഷൻ ഡി ഓക്സിമറൺ. അപ്പൊ നമ്മൾ എ ഒള്ളി, ബി ഒള്ളി, സി ഒള്ളി, ഡി ഒള്ളി. അപ്പൊ അതിൽ ഒന്നാണ്. അപ്പൊ ഇതിൽ ഏതാണ് സ്മൈൽ ലൈക്ക് എ ബ്ലൂമിംഗ് ഫ്ലവർ? നമ്മൾ ഈ ലൈക്ക് നോക്കുക. ഓക്കെ, ഇങ്ങനെ ലൈക്ക് ആസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് ഉറപ്പായിട്ടും എന്താണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള സിമിലിയാണ്. അപ്പൊ അതിൽ വലിയ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. കമ്പാരിസൺ ആണെങ്കിൽ ലൈക്കോ അല്ലെങ്കിൽ ആസ് ആ സെന്റൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സിമിലിയാണ്. ഓക്കെ, മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കവേർഡ്സ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത്. അപ്പം ഇതിന്റെ എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച്? ഓപ്ഷൻ എ ആയിട്ടുള്ള സിമിലി ആണോ? ഓപ്ഷൻ ബി ആയിട്ടുള്ള മെറ്റഫർ ആണോ? ഓപ്ഷൻ സി അലിട്രേഷൻ ആണോ? അതോ ഓപ്ഷൻ ഡി പാരഡോക്സ് ആണോ? നിങ്ങൾക്ക് ഏതാണ് കവേർഡ്സ് ഡൈ മെനി ടൈംസ് ബിഫോർ ദെയർ ഡെത്ത് തോന്നുന്നത്? സിമിലി അല്ല, ഇതൊരു കമ്പാരിസൺ ആയിട്ട് ലൈക്ക് ആസ് ഒന്നുമില്ല, മെറ്റഫർ അല്ല, അലിട്രേഷനും അല്ല. ഓപ്ഷൻ ഡി ആ പാരഡോക്സ് ആണ്. പാരഡോക്സ് നമുക്കറിയാം, ഒരു സെന്റൻസിൽ ഒരു കാര്യത്തിൽ തന്നെ കാര്യത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അത് ലോജിക്കലി അത് തെറ്റായിരിക്കും, പക്ഷെ ചിലപ്പം ഒരു ഡീപ്പർ ആയിട്ട് നോക്കുമ്പോൾ അതിനൊരു ശരി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. ആക്ച്വലി ഒരാൾക്ക് ഒരുപാട് വട്ടം മരിക്കാൻ പറ്റില്ല, അത് ലോജിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ
ഒരു കാര്യം പറയുന്ന ഉദ്ദേശിക്കുന്ന വെച്ചാൽ കവേർഡ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ ചാലഞ്ചസ് വന്നൊന്നും ഫേസ് ചെയ്യില്ല. അപ്പൊ ആക്ച്വലി അവർ ഓരോ സമയം പേടിച്ച് മരിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇത് കൺവേ ചെയ്യുന്നത്. അപ്പം ഇത് ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള പാരഡോക്സ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. അടുത്തത് ഫിഗർ ഓഫ് സ്പീച്ച് ആയി ടാൻ ടീനേജർ ട്രിപ്ഡ് ഓവർ ദ സ്റ്റെപ്സ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? ഓപ്ഷൻ എ അല്ലിട്രേഷൻ, ഓപ്ഷൻ ബി പാരഡോക്സ്, ഓപ്ഷൻ സി മെറ്റഫർ, ഓപ്ഷൻ ഡി പേഴ്സണിഫിക്കേഷൻ. ദ ടാൻ ടീനേജർ ട്രിപ്ഡ് ഓവർ ദ സ്റ്റെപ്സ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ അല്ലിട്രേഷൻ ആണ്. അല്ലിട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസണന്റ് ആയിട്ടുള്ള സൗണ്ടുകൾ, ലെറ്റേഴ്സ് മാത്രമല്ല സൗണ്ടുകൾ നമ്മളിങ്ങനെ ഏറ്റവും ഒരു സെന്റൻസിന്റെ എന്തിനെങ്കിലും വേർഡിന്റെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ വരുന്നതിനാണ് അലിട്രേഷൻ എന്ന് പറയാം. വേറൊരു തരം ഉണ്ട് കോൺസണൻസ് എന്ന് പറഞ്ഞിട്ട്, അത് ഇൻ ബിറ്റ്വീനിലൊക്കെ വരാം. പക്ഷെ അലിട്രേഷൻ എന്താ? സെന്റൻസിൽ ഏറ്റവും ഫസ്റ്റിലായിരിക്കും അത് വരിക, പക്ഷെ സെയിം സൗണ്ടും ആയിരിക്കും. അപ്പൊ അതിനെയാണ് ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാവാം. നെക്സ്റ്റ് ഇതുപോലെ അലിട്രേഷന്റെ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അലിട്രേഷൻ ഏകദേശം എങ്ങനെയാണെന്ന്. അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ എ. മാച്ച് ദ ഫോളോയിങ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഫിഗർ ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും. സിംഗ് സിമ്പിൾ സ്വീറ്റ് സോങ്. നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതുപോലെ വരികയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണെന്ന് മനസ്സിലാവാൻ എളുപ്പമാണ്. നെക്സ്റ്റ്, സിസ്റ്റർ നിവേദിത വാസ് ലൈക്ക് എൻ ഏഞ്ചൽ, ദ സിനിസ്റ്റർ നൈറ്റ് വാസ് ഹൗളിംഗ്, ദ സിമ്പിൾ കോംപ്ലക്സിറ്റീസ് മെയ്ഡ് ലൈഫ് ഇൻട്രസ്റ്റിംഗ്. അപ്പുറത്ത് എന്താണ്? ഓക്സിമറൺ ഉണ്ട്, പേഴ്സണിഫിക്കേഷൻ ഉണ്ട്, സിമിലി ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്. സിംഗ് സിമ്പിൾ സ്വീറ്റ് സോങ് ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു സെയിം സൗണ്ട് ബിഗിനിങ്ങിൽ വരുന്നതിന് എന്താണ് പറയാം? അലിട്രേഷൻ. അപ്പൊ ഇതെന്താണ്? അലിട്രേഷൻ ആണ്. സിസ്റ്റർ നിവേദിത വാസ് ലൈക്ക് ആൻ ഏഞ്ചൽ. ഇവിടെ ലൈക്ക് വന്നു, കമ്പയർ ചെയ്യാണ് സിസ്റ്റർ നിവേദിനെ ഏഞ്ചൽ ആയിട്ട്. അപ്പൊ ഏതാണ്? സിമിലി. നെക്സ്റ്റ്, സിനിസ്റ്റർ നൈറ്റ് വാസ് ഹൗളിംഗ്. ഒരു സിനിസ്റ്റർ നൈറ്റ് വാസ് ഹൗളിംഗ്. അപ്പൊ എന്താണ്? നമ്മൾ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഹ്യൂമൻ നേച്ചർ കൊടുക്കും. അതായത് ഹ്യൂമൻസ് ചെയ്യുമ്പോൾ ഇപ്പൊ ക്രൈ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഫീലിങ്സും മറ്റതൊക്കെ നമ്മൾ ഇനാനിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത ചുറ്റുമുള്ള ഒബ്ജക്ട്സിനെ കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ പേഴ്സണിഫിക്കേഷൻ ആണ് പറയാം. അപ്പം സെക്കൻഡ് ആയിട്ടുള്ള പേഴ്സണിഫിക്കേഷൻ ആണ് ഇതിലെ ആൻസർ. ദ സിമ്പിൾ കോംപ്ലക്സിറ്റീസ് മെയ്ഡ് ലൈഫ് ഇൻട്രസ്റ്റിംഗ്. അപ്പം നമുക്കറിയാം ബാക്കിയുള്ളത് ഓക്സിമറൺ ആണ്. അപ്പൊ എന്താണ് കാരണം? ഓക്സിമറൺ എന്ന് പറഞ്ഞാൽ ഒരൊറ്റൊന്നിൽ എന്താ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം വരും. അതായത് ലൈഫിനെ പറ്റി പറയാണ്, സിമ്പിളും കോംപ്ലക്സിറ്റീസും രണ്ടും രണ്ട് തരാണ്. അപ്പൊ നമ്മൾ അറിയാം ബിറ്റർ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡൊക്കെ കാണാം. ബിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, കയ്പ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരം. രണ്ടും ഓപ്പോസിറ്റ്സ് ആണ്, പക്ഷെ രണ്ടും ഒരുമിച്ച് കൊണ്ടുവരാം. അതിനെയാണ് എന്താ പറയാ ഓക്സിമറൺ എന്ന് കാര്യം പറയാം. ഓക്കെ, അപ്പൊ ഇത് വരുന്നത് എവിടേക്കാണ്? A4 ഇവിടെ വരുന്നുണ്ട്, B3, C2, D1. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സോ ദാറ്റ്സ് ഓൾ. നമ്മൾ ഇന്ന് കുറച്ച് ഫ്രേസസിന്റെ മീനിങ് നോക്കി, നമ്മൾ കുറച്ച് ഫിഗർ ഓഫ് സ്പീച്ച് പഠിച്ചു. അപ്പൊ ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മുന്നത്തെ വീഡിയോസ് ഒക്കെ കാണാം. നിങ്ങൾ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് നിങ്ങൾ +1 സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് 2024 വേണ്ടിയിട്ട് CUT ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ +2 സ്റ്റുഡൻസ് ആണെങ്കിൽ 2023 എന്നുള്ള. അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ സെഷൻസിന്റെ അപ്ഡേറ്റ്സും അതുപോലെ എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് +2 ശേഷം നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ടെക്നിക്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രെപ്വൈസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് എക്സ്പേർട്ട് ഫാക്കൽറ്റി ഉണ്ട്, ഒരുപാട് നോട്ട്സും മോക്ക് ടെസ്റ്റും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു പ്രെപ്വൈസ്. ടാർഗറ്റ് CUT 2023 സീരീസിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. CUT 2022 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. ഇതിന് മുന്നേ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഇംഗ്ലീഷ് പാർട്ടിലേക്ക് കടക്കാം. സോ കൂടുതൽ മാച്ച് ദ ഫോളോയിങ്ങും പിന്നെ കുറച്ച് മീനിങ് ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു നോക്കാം. സോ ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ്. നമ്മുടെ പാർട്ട് എയിൽ അസിസ്റ്റ്, സെപ്പറേറ്റഡ്, അപ്രിഹെൻഷൻ, അപ്പീലാണ്. അപ്പം മറ്റേ പാർട്ടിൽ എന്താണ്? പാർട്ടഡ്, ഹെൽപ്പ്, റിക്വസ്റ്റ്, ഫിയർ.
അപ്പൊ നമ്മളിത് മാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അസിസ്റ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, ഒരാളെ സഹായിക്കുക അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ്. അപ്പം നമുക്ക് A2 ആണെന്നുള്ളൊരു കിട്ടി അല്ലെ. സെപ്പറേറ്റഡ് മാറുക അല്ലെങ്കിൽ പിരിയാന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ അതിന്റെ സിനോണിം എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടഡ് ആണോ, ഹെൽപ്പ് നമ്മൾ കിട്ടിക്കഴിഞ്ഞു, റിക്വസ്റ്റ് ആണോ, ഫിയർ ആണോ? അതിലെന്താണ്? സാബിത്ത് ഓൾറെഡി ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് നോക്കാം അല്ലെ. ഏതായാലും സെപ്പറേറ്റഡ് എന്താണ്? പാർട്ടഡ്, ഓപ്ഷൻ 1. പിന്നെ അപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേടി, എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഒക്കെ ഉള്ളതിന് അതിനെന്താ പറയാ? ഇവിടെ ഓപ്ഷനിൽ ഇവിടെ ഉള്ളത് ഏതാണ്? 4, ഫിയർ. അപ്പീൽ എന്താണ്? നമ്മൾ അപ്പീലിന് കൊടുക്കാന്നൊക്കെ കേട്ടില്ലേ, അതിന് റിക്വസ്റ്റ്. അപ്പൊ ഏതാണ്? A2, B1, C4, D3. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒരാള് ചാറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, വെരി ഗുഡ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ഇതേപോലെ സിനോണിമും വേർഡും മറ്റും നമ്മൾ പിന്നെയും ഒരു മാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ലെനിയന്റ്, ഓർണമെന്റൽ, പ്രീമെച്വർ, പെരിൽ. അപ്പുറത്ത് ഡേഞ്ചർ, അൺടൈംലി, ഡെക്കറേറ്റീവ്, മോഡറേറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഓർഡറിലൊന്നും ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവും, അത് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ആൻസറും കിട്ടുന്നതായിരിക്കും അല്ലെ. അപ്പം ലെനിയന്റിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആദ്യം സിമ്പിളും തുടങ്ങാം. ഓർണമെന്റൽ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ അല്ലെ. അപ്പൊ എന്താണ്? നമ്മൾ ഡെക്കറേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മീനിങ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇത് 3 ആന്ന് കിട്ടി, B3. പ്രീമെച്വർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നേരത്തെ വരുന്നതിനാണ്, അതായത് മെച്വർ ആവുന്നതിന് മുന്നേ ഉള്ള ഒരു ടൈമിനാണ് പ്രീമെച്വർ എന്ന് പറയാം. അപ്പൊ അതിനുമായിട്ട് മാച്ച് ഉള്ളത് അൺടൈംലി ആണ്. ഓക്കെ. പെരിൽ എന്ന് പറഞ്ഞാല് അതുപോലെ ഭയങ്കര എന്താ പറയാ, ഡേഞ്ചർ എന്നാണ്. ഞാനിപ്പം ആൻസർ പറഞ്ഞു. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്, മോശമായിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതാണ്? പെരിലിന്റെ മീനിങ്. അപ്പം പെരിൽ 1. ലീനിയന്റ് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഒബ്വിയസ്ലി കിട്ടും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള, ലൈറ്റ് ആയിട്ടുള്ള, അങ്ങനെ ഒരു മീനിങ് ആണ് ലെനിയന്റിനുള്ളത്. അപ്പൊ എന്താണ്? 4. അപ്പം A4, B3, C2, D1 ഇല്ലേ? ഏതാണ്? A4, B3, C2, D1. അപ്പൊ വീണ്ടും ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോവാം. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. അപ്പം ജനറൽ, ഹൈപ്പർബോളെ, ഇംപെക്കബിൾ, ജസ്റ്റ്. ഓപ്പോസിറ്റിൽ എന്താ? ഓവർ സ്റ്റേറ്റ്മെന്റ്, യൂഷ്വൽ, ഫെയർ, ഫോൾട്ട്ലെസ്. അപ്പൊ ഇതിൽ ഏതാണ്? ജനറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധാരണ. അപ്പൊ സാധാരണ എന്ന് വരുന്ന ഒരു മീനിങ് എന്താണ്? ഇവിടെ യൂഷ്വൽ അല്ലെ. ഹൈപ്പർബോള എന്ന് പറഞ്ഞ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്, ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ ഉണ്ടാവും. അതായത് ഒന്നിനെ നമ്മൾ പെരുപ്പിച്ച് പറയാന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ ഓവർ സ്റ്റേറ്റ്മെന്റ്, കുറച്ച് കൂടുതലാക്കി പറയുന്നതിനാണ് ഹൈപ്പർബോള എന്ന് പറയാം. അപ്പൊ ഇതാണ് റൈറ്റ് ആൻസർ. ഓക്കെ. ഇംപെക്കബിൾ എന്ന് പറഞ്ഞാല് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള, വലിയ തെറ്റുകളൊന്നും ഇല്ലാത്ത എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം ഇംപെക്കബിൾ 4 ആണ്. ജസ്റ്റ് എന്താണ്? നീതി, അപ്പം അല്ലെങ്കിൽ ശരിയായ കാര്യം. അപ്പൊ അതിനെന്താണ്? ജസ്റ്റ് 3. അപ്പം A2, B1, C4, D3. അപ്പം ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. അപ്പം നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഇനി എന്താണ്? നമ്മൾ ഇതേ മീനിങ് ഉള്ള, ഇതിന് കൺഫ്രണ്ട് എന്ന് പറഞ്ഞ ഇതിന്റെ മീനിങ് ഉള്ള വേർഡ് നമ്മൾ ഈ ഓപ്ഷൻസിൽ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഓപ്ഷൻ എ ആയ ടോളറേറ്റ് ആണോ? ഓപ്ഷൻ ബി ഫേസ് ആണോ? ഓപ്ഷൻ സി ഇൻജുർ ആണോ? ഓപ്ഷൻ ഡി റിഡിക്യൂൾ ആണോ? കൺഫ്രണ്ട് എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ട് നമ്മൾ. കൺഫ്രണ്ട് ദ ചാലഞ്ചസ്, പ്രോബ്ലംസിനെ കൺഫ്രണ്ട് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ എന്തായിരിക്കും അതിന്റെ മീനിങ്? ടോളറേറ്റ് ആണോ? ഫേസ് ആണോ? അതോ ഇൻജുർ ആണോ? റിഡിക്യൂൾ ആണോ? കൺഫ്രണ്ടിന്റെ ഏതാണ് ഇതിന്റെ അർത്ഥം? ബി ആണ്. ഫേസ് ചാലഞ്ചസ് ഫേസ് ചെയ്യുക, എല്ലാം മുന്നിട്ട് എന്താ പറയുക, ഫേസ് ചെയ്യാന്നുള്ളൊരു അർത്ഥമാണ് കൺഫ്രണ്ടിന്റെ ഒരു മീനിങ്. ഓക്കെ. വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് വന്നിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ സാക്രഡ്, പ്രഷ്യസ്, ഫെയിം, അപ്രിഷിയേറ്റ്. മറ്റു ഭാഗത്ത് എന്താണ്? അഡ്മയർ, റെപ്യൂട്ടേഷൻ, ഹോളി, വാല്യുബിൾ. അപ്പൊ നമ്മളിത് മാച്ച് ചെയ്യാൻ പോവാണ് അല്ലെ. അപ്പം സാക്രഡ് വിശുദ്ധമായ എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പൊ ഇവിടെ ഏതാണ്? അഡ്മയർ ആണോ? റെപ്യൂട്ടേഷൻ ആണോ? ഹോളി ആണോ? വാല്യുബിൾ ആണോ? ഹോളി, വിശുദ്ധമായിട്ടുള്ള ഒരു അർത്ഥം. പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാലോ, പ്രഷ്യസ് ഭയങ്കര എന്താ പറയുക, വിലപ്പെട്ട എന്നുള്ളൊരു അർത്ഥം.
അപ്പം ഓപ്പോസിറ്റിൽ ഏതാണ്? അഡ്മയർ ആണോ, റെപ്യൂട്ടേഷൻ ആണോ, വാല്യൂബിൾ ആണോ? ആൻസർ എന്താണ്? വാല്യൂബിൾ ആണ്. ഫെയിം, ഫെയിം എന്താണ്? നമ്മൾ പോപ്പുലാരിറ്റി അല്ല അറിയപ്പെടുന്ന ഒരു രീതിയിലാണ് പറയുന്നത്. ഫെയിമിന്റെ നമുക്ക് അറിയാം റെപ്യൂട്ടേഷൻ. പിന്നെ ഉള്ളത് അപ്രിഷിയേറ്റ്, പ്രശംസിക്കുക. അപ്പൊ അഡ്മയർ, ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ആ ഒരു സിമിലർ മീനിങ് ആയിട്ടുള്ളത്. അപ്പൊ എന്താണ്? 1. അപ്പം എന്താണ്? A3 ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. B4, C2, D1. ഓക്കെ, കമന്റിൽ സി എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഇപ്പം മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അറിയുന്ന രണ്ടെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത ഒരു മീനിങ് ഉണ്ടെങ്കിലും നമുക്ക് എന്താ പറയാ ഇന്റലിജന്റ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ മാച്ച് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് അറിയാത്തത് വരെ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അടുത്തത് ഇനി എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ സെയിം മീനിങ് ഉള്ള വേർഡ് ഏതാണ്? അൺബൗണ്ട് ആണോ, ലേബർ ആണോ, ത്രില്ലിംഗ് ആണോ, കോഡിയൽ ആണോ? ഈസി ആയിരിക്കും അല്ലെ? ഭയങ്കര എക്സൈറ്റിംഗ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെ പറയുന്നതിന്റെ മറ്റൊരു വേർഡ് എന്താണ്? അൺബൗണ്ട് ആണോ, അതോ ലേബർ ആണോ, ത്രില്ലിംഗ് ആണോ, കോഡിയൽ ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആയ ത്രില്ലിംഗ്. ഭയങ്കര ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതുപോലെ എക്സൈറ്റ്മെന്റ്, ഭയങ്കര എന്താ എന്തൂസിയാസം, ഭയങ്കര ഒരു ഹാപ്പി, അല്ലെങ്കിൽ ഹാപ്പിനെസിനേക്കാളും കുറച്ച് കൂടുതൽ എന്ന് നമുക്ക് പറയാം. അപ്പം എക്സൈറ്റിംഗിന്റെ ഒരു സിമിലർ മീനിങ് എന്താണ്? ത്രില്ലിംഗ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ഡെനിസൻസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു വേർഡ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ലോക്കർ റൂം, ഓപ്ഷൻ ബി പെയിന്റിങ്സ്, ഓപ്ഷൻ സി ഇൻഹാബിറ്റൻസ്, ഓപ്ഷൻ ഡി സോയിൽ. ഡെനിസൻസ് എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താ ഗസ് അടിക്കണോ? എന്താണ്? ലോക്കർ റൂം ആയിരിക്കോ, പെയിന്റിങ്സ് ആയിരിക്കോ, ഇൻഹാബിറ്റൻസ് ആയിരിക്കും, സോയിൽ ആയിരിക്കും? ഏതായിരിക്കും? ഡെനിസൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കുറെ കാലം താമസിക്കുന്നതിനെ പറയും. ഒരു കൂട്ടം ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അല്ലെ ആനിമൽസോ. അപ്പൊ അതിനൊരു ആണ് പറയുന്നത് ഡെനിസൻസ് എന്ന് പറഞ്ഞ ആ ആളുകളെയാണ് പറയും. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള ഇൻഹാബിറ്റൻസ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി കോവേറ്റസ് എന്ന് പറഞ്ഞ അല്ല, പെയിന്റിങ്സ് അല്ല, ഇൻഹാബിറ്റൻസ് ആണ്. അടുത്തത് കോവേറ്റസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് ആണ് ചോദിച്ചത്. ഓക്കെ, ഗ്രീഡി ആണോ, ഇവാപറേറ്റ് ആണോ, സീസൺ ആണോ, ഒഡേഷ്യസ് വെതർ ആണോ? കോവേറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളുടെ എന്തെങ്കിലും കൈവശമുള്ള എന്തെങ്കിലും കാര്യം എനിക്കും വേണം എന്നുള്ളൊരു തോന്നൽ അല്ലെ? അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പൊസഷൻ, മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഇതാവാം. അപ്പൊ അത് എനിക്കും കൂടി വേണം എന്നുള്ളൊരു മീനിങ് ആണ് കോവേറ്റസ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു അർത്ഥത്തോടെ. ഗ്രീഡി ആണോ, ഇവാപറേറ്റ് ആണോ, സീസൺ ആണോ, ഒഡേഷ്യസ് വെതർ ആണോ? കോവേറ്റസ് ഏതായിരിക്കും? യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആയിട്ടുള്ള ഗ്രീഡി ആണ് കോവേറ്റസിന്റെ മീനിങ്. അപ്പൊ നമ്മൾ എന്താ മാച്ച് ദ ഫോളോയിങ്ങും ഇന്ന് മീനിങ് സിമിലർ ആയിട്ടുള്ള കണ്ടുപിടിക്കാനുള്ളതായിരുന്നു നമ്മൾ കൂടുതൽ ചെയ്തത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നേ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ സീരീസ് മൊത്തം കാണാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ ആയിരിക്കും നിങ്ങൾ നെക്സ്റ്റ് എക്സാമിലൊക്കെ ചോദിക്കാം. പിന്നെ മറ്റത് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പം +2 ശേഷം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് CUET ക്രാക്ക് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പ്രെപ്വൈസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് അടിപൊളി ക്ലാസ്സസും ഒരു നോട്ട്സും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും മെന്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ മേക്ക് യൂസ് ഓഫ് ദിസ് പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി കൂടുതൽ സെഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. വേറെയും ഫാക്കൽറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അതായത് നിങ്ങൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിച്ചിറങ്ങിയ ഒരുപാട് ഫാക്കൽറ്റീസ് ഒക്കെ ഓരോ എക്സ്പേർട്ട് ആയിട്ടുള്ളതായിരിക്കും ഓരോ സബ്ജക്റ്റിനും പഠിപ്പിക്കലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, so that's all. Thank you for watching this video, and so bye bye.